വെൽക്കം ടു ആർക്കേസ് സ്റ്റോറീസ്. കഥ കേൾക്കുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. താളം ഭാഗം 51. നീ ഇങ്ങ് വന്നേ യാമി. റോസ് അകത്തേക്ക് പോയതും ക്രിസ്റ്റി യാമിയെ പുറത്തേക്ക് വിളിച്ചിറക്കി. എന്താടി? അവൾക്ക് പിന്നാലെ വരാന്തയിലേക്ക് കടന്ന യാമി ആകാംക്ഷയോടെ നോട്ടമെറിഞ്ഞു. മോളെ, വാക്കുകളെ പുറകോട്ട് വലിക്കുന്ന സങ്കോചത്തെ ആവശ്യകതയുടെ അനൗചിത്യത്തോടെ മാറ്റി നിർത്തിക്കൊണ്ട് ക്രിസ്റ്റിക ചോദിച്ചു. നമ്മുടെ റോസമ്മ സേതുവെട്ടനെ വിവാഹം കഴിക്കുന്നതിനെ പറ്റി എന്താ നിന്റെ അഭിപ്രായം? യാമിയുടെ കണ്ണുകൾ ആദ്യം ഒന്ന് ചുരുങ്ങിയെങ്കിലും പെട്ടെന്ന് തന്നെ അവൾ പ്രസന്നത വീണ്ടെടുത്തു. അത് തന്നെയല്ലേടി അവളിപ്പോ പറഞ്ഞുവെച്ചും പോയത്. അത് അവള് നമുക്കിട്ടൊന്ന് എറിഞ്ഞതല്ലേ യാമിയെ. അവള് പറഞ്ഞെന്നും പറഞ്ഞ് ഇക്കാര്യം സേതുവെട്ടനോട് എങ്ങനെ നേരിട്ട് ചെന്ന് ചോദിച്ചാ പിന്നെ അടുത്ത ആഴ്ച എന്റെ അടിയന്തരം കൂടാ നീയൊക്കെ വരേണ്ടി വരും. പിന്നെ എന്താ നിന്റെ ഉദ്ദേശം? യാമിക്ക് ആകാംക്ഷയേറി. ഇന്നലെ കുട്ടിക്കാനത്ത് വെച്ച് നന്ദേട്ടന് ഇക്കാര്യം തന്നെയാ പറഞ്ഞത്. അവരുടെ രണ്ടുപേരുടെ ഉള്ളിൽ വീണ ആ മുറിപ്പാടുകൾ ഉണങ്ങാൻ ഇനി ഒരു പ്രണയത്തിന് സാധിക്കുമെന്ന്. അത് അവർ തമ്മിൽ തന്നെ സ്നേഹിക്കുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. വൃശ്ചികയുടെ കണ്ണുകളിലെ പ്രത്യാശയുടെ തിളക്കം കണ്ട് യാമി ചിരിച്ചു. അതിന് നീ എന്തിനാ വൃശ്ചി എന്നോട് ഇങ്ങനെ ചോദിക്കാൻ ബുദ്ധിമുട്ടുന്നേ? അവളുടെ ജീവിതത്തിൽ നല്ലത് എന്ത് സംഭവിച്ചാലും എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ഓർമ്മ വെച്ച കാലം മുതലേ നമ്മൾ ഒന്നല്ലേടാ. അവൾ വരാന്തയിലെ തൂണിൽ ചാരി നിന്നുകൊണ്ട് വടക്കേപ്പുറത്തുള്ള പാടശേഖരത്തിലേക്ക് നോക്കി. സേതുവേട്ടനെ ഞാൻ സ്നേഹിച്ചിരുന്നു എന്നത് ശരി തന്നെയാ. പക്ഷെ ഇപ്പോ അങ്ങനെ മറക്കാനും പ്രവീണേട്ടനെ സ്നേഹിക്കാനും ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാടാ. നീ ഇപ്പോ പറഞ്ഞതുപോലെ റോസും സേതുവേട്ടനും ഒന്നാവുകയാണേ പിന്നെ അങ്ങനെ എന്റെ ഏട്ടന്റെ സ്ഥാനത്തല്ലേടി. അതോടെ മനസ്സിൽ നിന്നൊരു ഭാരം ഇറക്കി വെച്ചതുപോലെ ഞാൻ അങ്ങ് ഫ്രീ ആകും. പ്രവീണേട്ടൻ്റെത് മാത്രമാകാൻ ഒരുപക്ഷെ അതാവും എന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കുക. സ്നേഹവും സന്തോഷവും മൂലം നിറഞ്ഞ കണ്ണുകളോടെ യാമിയെ നോക്കി നിന്ന വൃശ്ചിക ഓടിച്ചെന്ന് അവളെ വട്ടം പുണർന്ന് കവിളിൽ ഉമ്മ വെച്ചു. യാമി തിരികെ അവളെയും ചേർത്ത് പിടിച്ചു. ഈ എന്തായാലും ഉർവശി ശാപം ഉപകാരമായതുപോലെ ആ ചുവരെഴുത്തുള്ള അനുഗ്രഹമായിട്ടാ എനിക്ക് തോന്നുന്നേ. ഞാനേ തറവാട്ടിലേക്ക് ചെന്ന് ഒന്ന് കുളം കലക്കാൻ ശ്രമിച്ചു നോക്കട്ടെ. ചിലപ്പോ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ പറ്റിയാലോ. വസ്ത്രം മാറിയതിനു ശേഷം വന്ന റോസ് വൃശ്ചിക പറഞ്ഞ അവസാന വാക്കുകൾ കേട്ടുകൊണ്ടായിരുന്നു വരാന്തയിലേക്ക് കയറി വന്നത്. എവിടുന്നാ മക്കള് മീൻ പിടിക്കാൻ നോക്കുന്നേ? അവളുടെ ചോദ്യം കേട്ട് അവർ രണ്ടുപേരും ഞെട്ടിത്തിരിഞ്ഞു. വൃശ്ചികയുടെ മുഖത്ത് ഒരു ഇളിഞ്ഞ ചിരി വരുന്നു. വേറെ എവിടുന്ന്? നിന്റെ കുളത്തിൽ നിന്ന് തന്നെയാ റോസമ്മോ, അവൾ പറഞ്ഞു ഒപ്പിച്ചു. അതത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം വരാത്ത മട്ടിൽ റോസ് അവളെ അടിമുടി നോക്കുമ്പോഴേക്കും അവൾ മെല്ലെ പടികളിലേക്ക് ഇറങ്ങി. ഞാനെന്നാ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. ചെല്ല് ചെല്ല്. എന്നാ ഞാനും. യാമി അവൾക്ക് പിന്നാലെ ഇറങ്ങാൻ തുടങ്ങി. നീ ഇതിപ്പോ എവിടെ പോകുന്നു? അവിടെ നിൽക്ക്. എന്നിട്ടേ കഴിഞ്ഞ 2 ദിവസത്തെ കാര്യങ്ങളൊക്കെ പറയും. എങ്ങനെ ഉണ്ടായിരുന്നു രണ്ടും കൂടിയുള്ള അമ്പലത്തിൽ പോക്ക്? യാമി അരമതിലേക്ക് പിടിച്ചിരുത്തിയിട്ട് റോസ് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയത് കേട്ടുകൊണ്ട് വൃശ്ചിക പടികൾ ഇറങ്ങി നടന്നു. തറവാടിന്റെ ഗേറ്റ് കടക്കുമ്പോഴേ വൃശ്ചിക കേട്ടു പ്രജിത്തേട്ടന്റെ ഉറക്കെയുള്ള സംസാരം. സംസാരത്തിനിടയ്ക്ക് റോസിന്റെ പേര് ഉയർന്നു കേട്ടതും അവൾ നടപ്പിന്റെ വേഗത കൂട്ടി. കയറി ചെല്ലുമ്പോൾ വരാന്തയിൽ ഇരിപ്പുണ്ട് സകലരും. സേതുവേട്ടനെയും ചെറിയച്ഛനെയും ചെറിയമ്മായെയും ചെറിയമ്മാവനെയും കൂടാതെ വല്ലപ്പോഴും മാത്രം തറവാട്ടിൽ കാണുന്ന അർജുൻ പോലും ഉണ്ട് അക്കൂട്ടത്തിൽ. അമ്മ പതിവ് പോലെ വാതിലും ചാരി മുഖം കുനിച്ചു നിൽക്കുന്നു. പ്രജിത്തേട്ടൻ അങ്ങ് കത്തിക്കയറുന്നുമുണ്ട്. കരുതിയതുപോലെ തന്നെ റോസിനെയും സേതുവേട്ടനെയും ചേർത്തുള്ള ചുവരെഴുത്തുകളായിരുന്നു പ്രശ്നം. അതിനിപ്പോ ഇങ്ങേരത്തിന് ഇതിനും മാത്രം എനർജി കളയുന്നു എന്ന് ചിന്തിച്ചുകൊണ്ടാണ് അവൾ അകത്തേക്ക് കയറിയത്. ഇപ്പോ സേതുവേട്ടന് സമാധാനമില്ലേ? ഞാൻ അന്നേ പറഞ്ഞതാ അവളെ സഹായിക്കാൻ പോകണ്ടെന്ന്. നാട് മൊത്തം അറിയപ്പോ അക്കൂട്ടത്തിൽ തറവാട്ടിന്റെ പേരും പോയില്ലേ? പ്രജിത്ത് പറയുന്നത് കേട്ടപ്പോ അവൾക്ക് സഹിച്ചില്ല. സേതുവേട്ടൻ എന്ത് ചെയ്തെന്നാ പ്രജിത്തേട്ടൻ പറയുന്നേ? എന്തായാലും പ്രജിത്തേട്ടൻ ചെയ്ത അത്രയും വൃത്തികേട് സേതുവേട്ടൻ ചെയ്തിട്ടില്ല. വല്ലവരും വല്ലതുമൊക്കെ എഴുതി വെച്ചെന്നും പറഞ്ഞ് ഇതിന് മാത്രം ബഹളം ഉണ്ടാക്കുന്ന എന്തിനാ? അങ്ങ് റോഡ് വരെ കേൾക്കാം. ഡി വൃഷ്ടി, നീ മിണ്ടാണ്ടിരുന്നേ. കൗമുദി പതിവ് പോലെ പ്രജിത്തിന്റെ പക്ഷം പിടിച്ചു. അവൻ പറയട്ടെ മോളെ, എവിടെ വരെ പോകുമെന്ന് നോക്കാലോ. സേതു അത് പറഞ്ഞപ്പോ പ്രജിത്ത് പല്ല് കടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി. താനെന്താ എന്നെ കളിയാക്കണോ? പ്രജിത്തെ, ചെറിയമ്മായി ശക്തമായ താക്കീതോടെ ശബ്ദമുയർത്തി. അവൻ നിന്റെ ഏട്ടനാ. എന്ന് വെച്ച് ഞാൻ തൊഴണോ? അങ്ങേര് ഇങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ടല്ലേ ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടായത്.
എന്തു ചെയ്തെന്നാടാ നീ പറയുന്നേ? ദേഷ്യം അടക്കി പിടിച്ചുകൊണ്ടാണ് സേതുവേട്ടൻ സംസാരിക്കുന്നതെന്ന് വൃശ്ചികയ്ക്ക് മനസ്സിലായി. അവൾക്കൊരാവശ്യം വന്നപ്പോഴേ ഞാൻ സഹായിച്ചു, അത് ഇനിയും ചെയ്യും. ഇങ്ങനെ ഒരു കാര്യം നടന്നതിൽ എനിക്കോ അവൾക്കോ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. പിന്നെ നീ എന്തിനെ കിടന്നുള്ളുന്നേ? സേതുവേട്ടന്റെ ആ ഒരു ചോദ്യത്തിൽ ഉത്തരം മുട്ടിയതുപോലെ പ്രജിത്തേട്ടൻ നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് സന്തോഷമാണ് തോന്നിയത്. ഇതാണ് അവസരമെന്ന് മനസ്സ് പറഞ്ഞതും മടിച്ചു നിൽക്കാതെ അവൾ ചാടി വീണു. ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ സേതുവേട്ടൻ റോസമ്മ അങ്ങ് കെട്ടിക്കോളും, ഇല്ല സേതുവേട്ട? വെടിക്കെട്ട് നടക്കുന്നതിനിടയിൽ ആ മിട്ട് പൊട്ടിച്ചതുപോലെ എല്ലാവരും നിശബ്ദരായിപ്പോയി. ഏതോ വിചിത്ര ജീവിയെ നോക്കും പോലെ അവരെല്ലാം അവളെ തുറച്ചു നോക്കി. ചെറിയമ്മായി അവിടെ ഇരുന്നു കൊണ്ട് നോക്കി കണ്ണു മിഴിക്കുന്നുണ്ട്. അവൾ പുള്ളിക്കാരിയെ നോക്കി ഒന്ന് കണ്ണിറുക്കി. ആ അത് ശരിയാ. ആ പെൺകൊച്ചിന് ഇനി ഒരു ജീവിതം കിട്ടിയില്ലെങ്കിലേ നിന്നെ പോലെ കൈവിട്ട് കളയുകയില്ല സേതു. അവൻ തന്നെ അവൾക്കൊരു ജീവിതം കൊടുക്കും. അവസരത്തിനൊത്തുയർന്ന ചെറിയമ്മായി കൂടെ കൂടിയപ്പോ വൃശ്ചികയ്ക്ക് ആവേശം കൂടി. അതാ ഞാനും പറയുന്നേ, റോസമ്മയുടെ സേതുട്ടന്റെ കാര്യോർത്ത് ആരും വേവലാതിപ്പെടണ്ട. അവരുടെ കാര്യം നോക്കാനേ അവർക്കറിയാം. നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോടി? പ്രജിത്ത് കുരച്ചുകൊണ്ട് ചാടിയപ്പോ അവൾ സേതുവിന്റെ പിന്നിലേക്ക് ഒതുങ്ങി. ഡാ, ഞാൻ കാരണം ഉണ്ടായ പ്രശ്നത്തിനെ ഞാൻ തന്നെ പരിഹാരം കണ്ടുകൊള്ളാം. സേതു പറഞ്ഞത് കേട്ട് വൃശ്ചിക അവന്റെ പിന്നിൽ നിന്നും മനസ്സിൽ പറഞ്ഞു, ഫസ്റ്റ് സ്റ്റെപ്പ് സക്സസ്. ആ റോസമ്മയെ സേതുവിട്ടങ്ങ് കെട്ടുന്നേ. എന്തൊക്കെ പറഞ്ഞാലും അവളൊരു നല്ല കൊച്ചാ. പൊതുവെ ഒന്നിലും കാര്യമായ അഭിപ്രായം പറയാത്ത അർജുനും പറഞ്ഞതോടെ ശങ്കരന്മാരാർ കൈ ഉയർത്തി എല്ലാവരെയും നിശബ്ദരാക്കി. ഈ ഒരു കാര്യത്തില് ഇനി കൂടുതൽ സംസാരമൊന്നും വേണ്ട. സേതു, നീ ആൻഡോയെ വിളിച്ച് ആ ചുവരെഴുത്തുകളെല്ലാം എവിടെയാണെങ്കിലും പെയിന്റ് ചെയ്ത് മായ്ച്ചു കളയാൻ പറയൂ. അതിന്റെ പേരില് ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം ഭാവി ഉണ്ടാകുകയാണേ നമുക്ക് അപ്പോ നോക്കാം. എന്തായാലും ഇവൻ കാരണം ആ കൊച്ചിന് ഒരു തട്ടുകേടും വരില്ല. അത് ഞാൻ തന്നെ റോസിനോട് സംസാരിച്ചോളാം. ആ ചർച്ചയ്ക്ക് ഒരു അവസാന തീരുമാനം എന്നോണം പറഞ്ഞിട്ട് ചെറിയച്ഛൻ ഇറങ്ങിപ്പോകുന്നത് നോക്കി നിന്ന വൃശ്ചികയുടെ ചെവിയിൽ ഒരു പിടുത്തം വീണു. അവളെ കൈ തട്ടി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി. പ്രജിത്തും കൗമുദിയും അപ്പോഴേക്കും അകത്തേക്ക് പോയി കഴിഞ്ഞിരുന്നു. സേതുവായിരുന്നു അവളുടെ ചെവിക്ക് പിടിച്ചത്. എന്തുവാ നിന്റെ ഉദ്ദേശം? പുരികങ്ങൾ ചുളുക്കി കണ്ണുകൾ തുറപ്പിച്ച ആ ചോദ്യത്തിന് മുന്നിൽ അവൾ നിഷ്കളങ്കതയോടെ ഇളിച്ചു. എന്തുദ്ദേശം? പ്രജിത്തേട്ടൻ കിടന്നത് ഇളക്കുന്നത് കണ്ടപ്പോ സഹിച്ചില്ല. ഞാൻ അപ്പോ ഈ പറഞ്ഞ കാര്യം അങ്ങേർക്ക് കൊടുക്കാവുന്നല്ലോ ഏറ്റവും നല്ല കൊട്ട, അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അവൾ തിരിഞ്ഞ് ചെറിയമ്മായിയെ നോക്കി. ഞാനീ നാട്ടുകാരിയല്ല എന്ന ഭാവത്തിൽ പുള്ളിക്കാരി ഇറങ്ങി ഒറ്റ നടത്തം വെച്ചു കൊടുത്തു. ചെറിയമ്മാവൻ സേതുവിനെ നോക്കി തലയാട്ടി ചിരിച്ചുകൊണ്ട് അമ്മായിക്ക് പിന്നാലെ ഇറങ്ങിയപ്പോ അക്കൂട്ടത്തിൽ അർജുനൻ രക്ഷപ്പെട്ടു. ഛേ! തല ചൊറിഞ്ഞുകൊണ്ട് സേതു അരമതിലേക്ക് ഇരിക്കുമ്പോ പ്രദീപിന്റെ ബൈക്ക് ഗേറ്റ് കടന്നു വരുന്നുണ്ടായിരുന്നു. കോളിംഗ് ബെൽ മുഴങ്ങിയത് കേട്ട് വാതിൽ തുറന്നതായിരുന്നു വാസുദേവൻ മാരാർ. വാതിൽ നിറഞ്ഞു നിന്നിരുന്ന സേതുവിനെയും പ്രദീപിനെയും കണ്ട് അയാളുടെ തൊണ്ട പറ്റി. മോനെ സേതു, കുട്ടിക്കാനത്ത് ഒന്നും കാലത്ത് എത്തിയോ? കുശലം പറയാൻ ശ്രമിച്ച മാരാരെ തള്ളി നീക്കിക്കൊണ്ട് സേതു അകത്തേക്ക് കടന്നപ്പോ രവീന്ദ്രൻ സ്വീകരണ മുറിയിലേക്ക് വരുന്നുണ്ടായിരുന്നു. സേതുവിനെയും പ്രദീപിനെയും കണ്ട് അവൻ പരുങ്ങുന്നതിനിടയിൽ മുന്നോട്ട് ചെന്ന സേതുവിന്റെ കൈ അവന്റെ കരണത്ത് പതിഞ്ഞു. അത് കണ്ടുകൊണ്ടുവന്ന വിലാസിനി സേതുവിനെ ചീത്ത പറഞ്ഞുകൊണ്ട് അവർക്കിടയിലേക്ക് കയറി നിന്നു. നീ ഇതെന്ത് തോന്നിയോസം അടയി കാണിക്കുന്നേ? ഈ കരയിലെ തെമ്മാടികളാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ അതിവിടെ എടുക്കണ്ട. നാണമില്ലല്ലോടാ നിനക്കൊക്കെ. ഇത്രയും നാള് മനിയം വെച്ചുകൊണ്ടിരുന്ന പെണ്ണിനെ ഇപ്പത്തെ ഏട്ടനെ ഏറ്റെടുത്തേക്കുന്നു. തറവാടിന്റെ മുഖത്തെ നാട് മുഴുക്കെ അറിയാം. എന്നിട്ട് ഉളുപ്പില്ലാതെ അവൻ കയറി വന്നേക്കുന്നു. അവരവനെ പഴി പറഞ്ഞുകൊണ്ടിരുന്നു. ദേ തള്ളേ! കൈ ചൂണ്ടിക്കൊണ്ട് പ്രദീപ് മുന്നിലേക്ക് വന്നു. തോന്നിവാസം പറഞ്ഞാലേ അന്നാവ് ഞാൻ പിഴുതെടുക്കും. നീ പോടാ! അവർ അവനെ പുച്ഛിച്ചു. സേതു അവരെ തള്ളി മാറ്റി രവീന്ദ്രനിട്ട് ഒന്നുകൂടി കൊടുത്തു. ഇത് നിന്റെ അമ്മയ്ക്കുള്ളതാ. നാവിനെല്ലില്ലെന്നും കരുതി എന്തും വിളിച്ചു പറയാമെന്ന് കരുതരുത്. ഈ സേതു കാരണം ഒരു പെണ്ണിന്റെ പേര് ചീത്തയായിട്ടുണ്ടെങ്കിലേ അവളെ കെട്ടി കൂടെ പൊറപ്പിക്കാനും എനിക്കറിയാം. അതിന് കിഴക്കേപ്പുറത്തുകാരുടെ വായ്ത്താരി ആവശ്യമില്ല. എങ്കിൽ നീ പോയി കെട്ടടാ, അല്ലാതെ ഇവിടെ വന്ന് വേഷം കെട്ടെടുക്കരുത്. അടങ്ങാൻ ഭാവമില്ലാതെ വിലാസിനി അലറി. ഞാനിപ്പോ ഇവിടെ വന്നതേ എന്റെ കല്യാണത്തിന് നിങ്ങൾ വിളിക്കാനല്ല. ഇവൻ രമേശിനെ തല്ലിയത് തിരിച്ചങ്ങ് കൊടുക്കാനാ. വിലാസിനിയെ ശ്രദ്ധിക്കാതെ സേതു രവീന്ദ്രന്റെ കോളറിൽ പിടിച്ചു വലിച്ചപ്പോ അവൻ കൈകൂപ്പി. എന്റെ പൊന്നു സേതു, ഞങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായെന്നത് നേരാ. പക്ഷെ അന്ന് രാത്രി അവനെ പണിതത് ഞാനല്ല. ഒന്നുമില്ലേലും ദേവി എന്റെ പെങ്ങളല്ലേ. അവളുടെ ഭർത്താവിനെ അങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ പറ്റുമോ? പിന്നെ ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ട്, അത് നേരാ.
ആ സമയം രവീന്ദ്രന്റെ കുഞ്ഞിന്റെ കരച്ചിൽ അവിടെ മുഴങ്ങി. ചിന്നനെയും എടുത്തുകൊണ്ട് രവീന്ദ്രന്റെ ഭാര്യ നളിനി വാതിൽക്കൽ പകച്ചു നിൽപ്പുണ്ടായിരുന്നു. അവരെ കണ്ടതും സേതു രവീന്ദ്രന്റെ കോളറിലുള്ള പിടി വിട്ടു. സത്യമാണ് മോനെ അവൻ പറയുന്നത്. സ്റ്റേഷനിൽ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവൻ ഇപ്പോ തിരികെ വന്നതേ ഉള്ളൂ. ഭയന്ന് നിൽക്കുകയായിരുന്ന വാസുദേവന്മാരാർ വാ തുറന്നു. ഇവൻ ഒരു സ്ഥലത്ത് കിട്ടാനുണ്ടായിരുന്ന ജോലി വേണ്ടെന്ന് വെച്ചിട്ടാ രമേശന്റെ കൂടെ കൂടിയത്. അമ്പലത്തിലെ പരിപാടികൾക്ക് പോകുന്നത് കൊണ്ട് മാത്രം കാര്യങ്ങളൊന്നും ഓടുന്നില്ല. പക്ഷെ കഷ്ടകാലത്തിന് ഇവര് തമ്മിൽ ചേരുന്നുമില്ല. എന്താ ചെയ്യുക? നിങ്ങൾ ഇതൊക്കെ ഇവന്മാരോട് എന്തിനാ പറയുന്നെന്നെ? ഇറങ്ങിപ്പോടാ എന്റെ വീട്ടിൽ നിന്ന്. അടങ്ങാൻ ഭാവമില്ലാതെ വിലാസിന് തിളച്ചുകൊണ്ടിരുന്നു. അവരെ രൂക്ഷമായി നോക്കിയിട്ട് ഇറങ്ങാൻ തുനിഞ്ഞ സേതു പെട്ടെന്ന് തിരിഞ്ഞ് രവീന്ദ്രന്റെ മുന്നിലേക്ക് ചെന്നു. ഇനി മേലാലി നിന്നെ അവന്റെ ബേക്കറിയുടെ പരിസരത്തെങ്ങാനും കണ്ടിട്ടുണ്ടല്ലേ, നീ രണ്ടു കാലം നടന്ന് വീട്ടിൽ പോകത്തില്ല. ഈ പറയുന്നത് ആരാണെന്ന് നിനക്ക് അറിയാലോ അല്ലേ? ഇല്ല, ഞാനൊരു പ്രശ്നത്തിനും വരുന്നില്ല. പക്ഷെ നിനക്ക് പരിചയമുള്ള എവിടെയെങ്കിലും ഒരു ജോലി കിട്ടുവാണെ പറയണം. വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാ. അതിനെ ആദ്യം നിന്റെ അമ്മയുടെ അനിയത്തിയുടെ നെകളിപ്പോ നടങ്ങട്ടെ, എന്നിട്ട് ആലോചിക്കാം. അതും പറഞ്ഞ് സേതു പുറത്തേക്ക് ഇറങ്ങിയപ്പോ രവീന്ദ്രന്റെ നേരെ കൈ ചൂണ്ടി താക്കീത് നൽകിയിട്ട് പ്രദീപും അവന് പിന്നാലെ ഇറങ്ങി. അല്ലടാ, നീ ഇത് കാര്യമായിട്ട് പറഞ്ഞതാണോ? സീറ്റിൽ കയറിയിരുന്നിട്ട് കിക്കർ അടിച്ച് ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുകയായിരുന്ന സേതു പ്രദീപിന്റെ ചോദ്യം കേട്ട് തിരിഞ്ഞു നോക്കി. നീ ഇപ്പോ ആ തള്ളയോട് പറഞ്ഞില്ലേ റോസമ്മയെ നീ കിട്ടുമെന്ന്? പ്രദീപ് കാര്യം വിശദീകരിച്ചു. അവന് കൊടുത്തതിന്റെ ബാക്കി നിനക്കൂടെ വേണോ? ആ ചോദ്യത്തിൽ നിശബ്ദനായ പ്രദീപ് പിന്നിലേക്ക് കയറിയിരുന്നപ്പോ സേതു ബൈക്ക് മുന്നോട്ടെടുത്തു. പൊടി പറത്തിക്കൊണ്ട് അവന്റെ SD കിഴക്കേപ്പുറത്തെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങി. അവർക്കു പിന്നിൽ ആ വീടിന്റെ വാതിൽ കൊട്ടിയടഞ്ഞു. പതിവ് പോലെ കാലത്ത് പ്രാർത്ഥിച്ച ശേഷം പള്ളിയിൽ നിന്നും ഇറങ്ങുമ്പോഴാണ് പള്ളിമേടയെ അടുത്തു നിന്നും അഗസ്റ്റിനച്ഛൻ കൈ കാട്ടി വിളിക്കുന്നത് റോസ് കണ്ടത്. ഷാള് വലിച്ച് തലയിലേക്ക് ഇട്ടുകൊണ്ട് അവൾ അച്ഛന്റെ അടുത്തേക്ക് ചെന്ന് സ്തുതി കൊടുത്തു. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സ്തുതി തിരികെ നൽകിക്കൊണ്ട് അച്ഛൻ പറഞ്ഞു, എന്താ റോസേ, നിന്നെയും ആ വാരിയെടുത്ത് സേതുവിനെയും ചേർത്ത് ഏതാണ്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അവിടത്തെ ആ ഇളയ ചക്കരും നീയും തമ്മിൽ അടുപ്പത്തിലാണെന്ന് ചിലരൊക്കെ പറഞ്ഞപ്പോ ഞാനതങ്ങ് വിശ്വസിച്ചില്ല. പക്ഷെ ഇതിപ്പോ പള്ളിമതിൽ പോലും ഒക്കെ എഴുതി വെച്ചേക്കുവാ. എന്തൊക്കെയാ കുഞ്ഞെ ഞാനീ കേൾക്കുന്നേ? കരിമ്പനക്കാട്ടെ സ്വത്തുക്കളൊക്കെ ഏറ്റെടുത്തതിൽ പിന്നെ കുറച്ച് ശത്രുക്കളൊക്കെ ഉണ്ടച്ചോ. അവരെല്ലാവരുടെയെങ്കിലും പണിയാവാനേ തരവുള്ളൂ. അല്ലാതെ ഞാനും സേതോട്ടനും തമ്മിൽ അങ്ങനെയൊന്നുമില്ല. നല്ലത്. അല്ലേലും ജോസഫിന്റെ മോൾക്ക് അങ്ങനെയൊന്നും വഴിതെറ്റത്തില്ലെന്നും സഭയ്ക്ക് നിരക്കാത്തതൊന്നും നീ ചെയ്യത്തില്ലെന്നും എനിക്ക് നന്നായി അറിയാം. എങ്കിലും കൺമുന്നിൽ കണ്ട കാര്യമൊന്നും ചോദിച്ചെന്നേ ഉള്ളൂ. അല്ലച്ചോ, ഒരാളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാല് വഴിതെറ്റുക എന്നാണോ അർത്ഥം? നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നല്ലേ യേശു പറഞ്ഞിരിക്കുന്നേ? അവളുടെ ആ ചോദ്യം കേട്ട് അഗസ്റ്റിനച്ഛന്റെ കണ്ണുകൾ രണ്ടും പുൾസൈ പോലെ പുറത്തേക്ക് തള്ളി. നീ ആളൊരു കാന്താരിയാണെന്ന് കേട്ടിട്ടുണ്ട്. അയൽക്കാരനെ സ്നേഹിക്കാൻ യേശുദേവൻ പറഞ്ഞിട്ടുണ്ടെന്ന് കരുതിയേ സഭയ്ക്ക് അതിൻ്റെതായ നിയമങ്ങളും ചട്ടവട്ടങ്ങളും ഒക്കെ ഉണ്ട്. അതനുസരിക്കേണ്ടത് ഓരോ വിശ്വാസിയുടെയും കടമയുമാണ്. അല്ലേലും ചിലപ്പോ പ്രായമായി അന്ത്യവിശ്രമം കൊള്ളേണ്ടുന്ന സമയത്ത് അപ്പച്ചന്റെയും അമ്മച്ചിയുടെയും കുഴിമാടത്തിൽ കിടക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അഗസ്റ്റിനച്ഛൻ പറഞ്ഞ വാക്കുകൾക്ക് പിന്നിലെ താക്കീതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് അവൾ തലയാട്ടുമ്പോ അച്ഛൻ പള്ളിമേടയ്ക്കകത്തേക്ക് കയറി പോയി കഴിഞ്ഞിരുന്നു. തിരികെ വരും വഴി കേശവൻ ചേട്ടന്റെ ചായക്കടക്ക് മുന്നിൽ വണ്ടി നിർത്തി അവൾ ഹോൺ അടിച്ചു. ചായ കുടിയും കഴിഞ്ഞ് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കാശിയപ്പൂപ്പൻ പുറത്തേക്ക് തല നീട്ടി. അവളാണെന്ന് കണ്ടതും അങ്ങേര് ഇറങ്ങിച്ചെന്നു. മോളെ, കണ്ട അലവലാദികളൊക്കെ എന്തേലും എഴുതി വെച്ചെന്നോർത്തേ മോള് പേടിക്കണ്ട കേട്ടോ, ഞങ്ങളൊക്കെ ഉണ്ട് മോളുടെ കൂടെ. ക്യാഷ് കൗണ്ടറിന് പിന്നിലിരുന്ന് കേശവൻ ചേട്ടൻ വിളിച്ചു പറഞ്ഞത് കേട്ട് അവൾ അങ്ങേരെ നോക്കി ചിരിച്ചുകൊണ്ട് കൈവീശി. കയറ്. അവൾ പറഞ്ഞപ്പോ കാശിയപ്പൂപ്പന്റെ നെറ്റ് ചുളിഞ്ഞെങ്കിലും കാര്യം ചോദിക്കാതെ പുള്ളിക്കാരൻ ആ സ്കൂട്ടറിന് പിന്നിലേക്ക് കയറി. മണ്ടോത്തെ പൊട്ടിപ്പൊളിഞ്ഞ തറയ്ക്ക് മുന്നിൽ നിർത്തിയ ആ സ്കൂട്ടറിൽ നിന്നും ഇറങ്ങിയ കാശിയപ്പൂപ്പൻ അവളെ തുറച്ചു നോക്കി. ചായ കുടിച്ചോ? സ്കൂട്ടറിൽ നിന്നും ഇറങ്ങിയിട്ട് അവൾ ചോദിച്ചു. അത് ശരി, ചായക്കടയിലിരുന്ന് എന്നെ ഇവിടെ വരെ കൊണ്ടുവന്നിട്ടാണോ നീ ചോദിക്കുന്നേ? അവൾ കുറുമ്പോടെ വരാന്തയിലേക്ക് ചാടി കയറിയിരുന്നു. നല്ല ഒന്നാം തരം പലഹാരം ഞാൻ വീട്ടിലുണ്ടാക്കുന്നത് വേണ്ടഞ്ഞിട്ടല്ലേ? അത് പിന്നെ അമ്പലക്കുളത്തിൽ വന്ന് വിസ്തരിച്ചൊന്ന് കുളിച്ചാലേ ഒരു സുഖമാകൂ റോസക്കൊച്ചേ. അത് കഴിഞ്ഞിട്ട് വേണം ചായ കുടിക്കാൻ. കാലാകാലങ്ങളായി കേശവന്റെ കടയിൽ നിന്നും ചായ കുടിച്ച് ഒരു ശീലമായി പോയി. ഉവ്വ. അവൾ അതത്ര പിടിക്കാത്ത മട്ടിൽ അങ്ങേരെ നോക്കി. അങ്ങേരും ആ തിണ്ണയിലേക്ക് കയറി അവളുടെ അടുത്തേക്കിരുന്നു. നീ കാര്യം പറയും. ഇന്നേ പള്ളി ചെന്നപ്പോ അഗസ്റ്റിനച്ഛൻ എന്നെ ഒന്ന് ചൊറിഞ്ഞു. കാശി അപ്പൂപ്പൻ അവളെ നോക്കി പുരികങ്ങൾ ഉയർത്തി. ആ
അവൾ കൈ മലർത്തിക്കൊണ്ട് പറഞ്ഞു. അങ്ങേരുടെ പറച്ചില് കേട്ടാത്തൊന്നും ഈ കരയിലെ ചുമരുകളിൽ വേണ്ടാത്തതൊക്കെ എഴുതിയിട്ടത് ഞാനാണെന്ന്. ഞാനും സേതുവേട്ടനും തമ്മിൽ എന്താ ബന്ധം? പണ്ട് പ്രജിത്വായി ബന്ധം ഉണ്ടായിരുന്നതല്ലേ? ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ തെമ്മാടിക്കുഴിയിൽ അടക്കേണ്ടി വരും എന്നൊക്കെ ഒരു ഭീഷണി കേട്ടപ്പോ എനിക്കങ്ങ് ചൊറിഞ്ഞ് കയറിയതാ. നേരെ പോയി സേതുവേട്ടനെ വിളിച്ചും കൊണ്ടുവന്ന് അങ്ങേരുടെ മുന്നിൽ വെച്ച് തന്നെ എന്റെ കഴുത്തിൽ ഒരു താലി കെട്ടിച്ചാലോ എന്നാ അപ്പൊ തോന്നിയത്. ദേഷ്യം സഹിക്കാനാവാതെ കാലിട്ടിളക്കിക്കൊണ്ട് മുന്നിലെ പറമ്പിലേക്ക് നോക്കി പെറുപിറുക്കുന്നവളെ കണ്ട് കാശിയപ്പൻ പൊട്ടിച്ചിരിച്ചു. ദേ ഒരു കുത്തുവെച്ച് തന്നാലുണ്ടല്ലോ. ചൂണ്ടുവിരൽ അങ്ങേരുടെ നേരെ നീട്ടിക്കൊണ്ട് അവൾ കെറിവിച്ചതോടെ ആ ചിരി കുറെ കൂടി ഉച്ചത്തിലായി. ചിരിച്ച് കണ്ണു നിറഞ്ഞ് അവളെ നോക്കുന്ന അങ്ങേരെ തിരികെ നോക്കിക്കൊണ്ട് അവൾ ചിണുങ്ങി. ആശയപ്പൂപ്പ, എന്റെ റോസക്കൊച്ചേ, നീ ഇപ്പൊ പറഞ്ഞതാ ഏറ്റവും നല്ല കാര്യം. നിനക്ക് പറ്റിയ ചെറുക്കനെ അവൻ തന്നെയാ. അങ്ങേരുടെ തോളത്തൊന്നു മാന്തിയിട്ട് അവൾ തിണ്ണയിൽ നിന്നും ചാടി ഇറങ്ങി. ഇങ്ങേരോട് പറയാൻ പോയി എന്നെ പറഞ്ഞാ മതിയല്ലോ. സ്കൂട്ടറിലേക്ക് കയറിയ ശേഷം അവൾ ദേഷ്യത്തോടെ കാശിയപ്പനെ നോക്കി. പോകല്ലേ റോസക്കൊച്ചേ. ഓ കിളവ. സ്റ്റാർട്ടായ സ്കൂട്ടർ മുന്നിലേക്ക് ചീറിപ്പാഞ്ഞപ്പോ അവളുടെ മുടിയിഴകൾ ഇരുവശത്തേക്കുമായി പാറിപ്പറന്നു. പാവം. ആ പോക്ക് നോക്കിയിരുന്ന കാശിയപ്പൻ ഒരു നെടുവീർപ്പോടെ മന്ത്രിച്ചു. ക്യാബിന്റെ ഡോർ തുറന്ന് വൃശ്ചിക അകത്തേക്ക് കയറി ചെല്ലുമ്പോ സ്റ്റോക്ക് എത്താത്തതിന് സപ്ലയറെ വിളിച്ച് വായിൽ തോന്നിയ ചീത്ത മുഴുവൻ പറയുകയായിരുന്നു രഘുനന്ദൻ. ചെവി പൊത്തിപ്പിടിച്ചുകൊണ്ട് വൃശ്ചിക അവന് മുന്നിലെ കസേരയിലേക്ക് ഇരുന്നു. എന്തോന്നാടി കാലത്തെ വാതിലും ചവിട്ടി പിടിച്ചോണ്ട് വരുന്നേ? സപ്ലയറോടുണ്ടായിരുന്ന ദേഷ്യത്തിന്റെ ബാക്കി അവൻ അവളിലേക്ക് കൊട്ടി. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം. മുന്നിലിരുന്നവൾ കൈ ചൂണ്ടിക്കൊണ്ട് ചാടി എഴുന്നേറ്റപ്പോഴാണ് താൻ ആരോടാണ് ദേഷ്യപ്പെട്ടതെന്ന് അവന് ബോധം ഉദിച്ചത്. എന്റെ പൊന്നുമോളെ, തൂത്തുക്കുടിയിലെ ആ മുരുകയ്യ ടെക്സ്റ്റൈൽസിലെ രാമസ്വാമി ആയിരുന്നു ലൈനില്. അതിന്റെ ചുരുക്കില് പറഞ്ഞു പോയതാ, നീ ക്ഷമിക്ക്. ആ അങ്ങനെ മര്യാദക്ക് പറ. അവൾ മേശയ്ക്ക് വട്ടം ചുറ്റി അവനിരിക്കുന്ന കസേരയുടെ കയ്യിലേക്ക് ചാരിയിട്ട് അവന്റെ മുഖത്തേക്ക് വീണുകിടക്കുന്ന മുടിയിഴകൾ കൈവിരലുകളാൽ ഒതുക്കി വെച്ചു. രഘുനന്ദന്റെ കണ്ണുകൾ വലതുവശത്തുള്ള ഗ്ലാസ്സിലൂടെ അപ്പുറത്തേക്ക് നീണ്ടു. അവിടെ ഇരുന്നു കൊണ്ട് വാ പൊത്തി ചിരിക്കുന്ന രാധ. ഡീ പെണ്ണേ, ഈ കടയിലെ എനിക്കൊരു വിലയൊക്കെ ഉള്ളതാ, നീ ആയിട്ട് അതില്ലാതെ ആക്കരുത്. ഓ ഒരുമാതിരി കാട്ടുപോത്തിന്റെ വിലയല്ലേ, അത് ഇച്ചിരി ഇല്ലാതാകുന്നതാ നല്ലത്. അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാവുന്ന അവൻ കസേരയിലേക്ക് ഒന്നുകൂടി ഒതുങ്ങിയപ്പോ അവൾ തിക്കിക്കയറി പാതി കസേര കയ്യിലും ബാക്കി അവന്റെ മടിയിലും എന്നോണം ഇരിപ്പായി. പൊന്നുമോളെ, നീ എന്റെ കൺട്രോള് കളയരുത്. അവസാനം തൊട്ടപ്പുറത്തിരിക്കുന്ന രാധ വല്ലതൊക്കെ കണ്ടുപിടിച്ചെന്നും പറഞ്ഞോണ്ടേ ആ ശിവന്റെ അടുത്ത് പോയി പരാതി പറയാനുള്ള അവസരം ഉണ്ടാക്കരുത്. അയ്യേ പോ അവിടുന്ന് അസത്ത്. അവന്റെ ചെവിയിൽ കിഴുക്കിയിട്ട് അവൾ ചാടി എഴുന്നേറ്റു. രഘുവിന്റെ വിവാഹാലോചനയുടെ കാര്യം അവൾ തന്നെ നോട്ടീസ് അടിച്ച് വിതരണം ചെയ്തിരുന്നതിനാൽ ടെക്സ്റ്റൈൽസിലുള്ളവരൊക്കെ അവളോടൊപ്പം ബഹുമാനത്തോടെയാണ് ഇടപെട്ടിരുന്നത്. അത് മുതലാക്കി ആ ഒരു സ്ഥാനം അവൾ ആസ്വദിക്കുകയും ചെയ്തിരുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ പുലിയായ രഘുനന്ദനെ പൂച്ചക്കുട്ടിയാക്കി അവൾ കയ്യിൽ കൊണ്ടു നടക്കുന്നത് കടയിലുള്ളവർക്കും കൗതുകം തന്നെയായിരുന്നു. അതോടൊപ്പം അവന്റെ ചാട്ടം അല്പം കുറഞ്ഞതിന് അവളോട് അവർക്കുള്ള ഇഷ്ടവും കൂടി. എടി, നീ വന്ന കാര്യം പറയും. അപ്പോഴാണ് അവൾ പറയാൻ വന്ന കാര്യം ഓർത്തത്. അയ്യോടാ, അത് മറന്നുപോയി. അവൻ ആകാംക്ഷയോടെ അവളെ നോക്കിയപ്പോ അവൾ തിരികെ അവന്റെ മേലേക്ക് ഒന്നുകൂടി ചാരിയിരുന്നു. ഇന്നലെ വൈകിട്ടേ ഞങ്ങൾ ചെല്ലുമ്പോ അവിടെ കരയിൽ ആകെപ്പാടെ പ്രശ്നമായിരുന്നു. അവൾ പറഞ്ഞു തുടങ്ങി. സേതുവിനെയും റോസിനെയും ചേർത്ത് കരയിലെ മതിലുകളിലൊക്കെ അപവാദം പ്രത്യക്ഷപ്പെട്ട കാര്യം പറഞ്ഞതും അവൻ മേശയിൽ തല്ലിക്കൊണ്ട് ചാടി എഴുന്നേറ്റു. അവന്റെ മേലെ ഇരിക്കുകയായിരുന്ന അവൾ വീഴാൻ ആഞ്ഞുപോയി. അടിപൊളി, ഇതൊരു തളപ്പാണ് മോളെ. ഇത് വെച്ചേ നമുക്ക് മുകളിലേക്ക് കയറാം. എങ്ങോട്ട്? അവന്റെ കയ്യിൽ കയറി പിടിച്ച് ബാലൻസ് വീണ്ടെടുത്തുകൊണ്ട് അവൾ ചോദിച്ചു. എടി പോത്തെ, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാലേ പിന്നെ ആ പെണ്ണിന്റെ ഭാവി കോഞ്ഞാട്ടെ ആകില്ലേ? അത് വെച്ച് വേണം കളിക്കാൻ. പുറമെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ലെങ്കിലും റോസിന്റെ ഉള്ളിൽ വല്ലാത്ത സങ്കടമാണെന്ന് നീ നിന്റെ സേതുവേട്ടനെ പിരികേറ്റിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ തിരിച്ച് റോസിനോടും. എന്നാലോ നമ്മൾ ഉള്ളിൽ എന്തെങ്കിലും ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നതെന്ന് അവർക്ക് തോന്നുകയേ അരുത്. മരുന്ന് കൊടുക്കുന്നത് പോലെ 3 or 4 നേരം ഇതിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുക. കേട്ട് കേട്ട് അവരും ആ വഴിക്ക് അങ്ങ് ചിന്തിച്ചു തുടങ്ങിക്കോളും. പിന്നെ നടന്നത് തന്നെ. റോസും സേതുവേട്ടനാ ആൾക്കാര്. ആ ഐഡിയയിൽ അത്ര വിശ്വാസമില്ലാത്തതുപോലെ അവൾ പുച്ഛിച്ചു. അവൻ തിരികെ കസേരയിലേക്ക് ഇരുന്നിട്ട് അവളെ നോക്കി. എടി, അവളുടെ അമ്മച്ചിയും അപ്പച്ചനും പ്രേമിച്ചല്ലേ കെട്ടിയത്?
ആ ഒരു പാരമ്പര്യം അവൾ കളഞ്ഞു കുളിക്കത്തില്ല, നീ വേണേ നോക്കിക്കോ. ആ നടന്നാ കൊള്ളാം. അതും പറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും അവന്റെ മേലേക്ക് ചാരി. ശിവേട്ടൻ ഈ കാര്യം അറിയാവോ? ഏയ്, അവനോട് ഇത്തരം കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല, അത് ഇനം വേറെയാ. എനിക്ക് തോന്നിയായിരുന്നു. അതെ, പൊന്നുമോള് പോയി പണിയെടുത്തേ. ഇപ്പോ കൊടുത്തിരിക്കുന്ന ഓർഡറെ അടുത്ത ആഴ്ച ഇവിടെ എത്തിയില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഓ. അവൾ മുഖം കയറ്റിപ്പിടിച്ചു. എണീറ്റ് പോടി, ആ ശിവൻ വരാറായിട്ടുണ്ട്. എന്റെ ദൈവമേ! അവൾ ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് പാഞ്ഞത് കണ്ട് അവൻ കുലുങ്ങി ചിരിച്ചു. തുടരും. താളം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക് യു. See you